നമ്മളൊരു ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാൻ ചെല്ലുമ്പോൾ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറില്ലേ? നല്ല ഭംഗിയുള്ള യെല്ലോ ഗോൾഡ്, സ്റ്റൈലിഷ് ആയ വൈറ്റ് ഗോൾഡ്, പിന്നെ വെറൈറ്റി ലുക്ക് തരുന്ന റോസ് ഗോൾഡ്. ഇതിൽ ഏത് വാങ്ങണം? ഓരോന്നിനും എന്താണ് വ്യത്യാസം? ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് തരം സ്വർണ്ണങ്ങളെയും നമുക്ക് സിമ്പിളായി ഒന്ന് പരിചയപ്പെടാം. അപ്പം തുടങ്ങും. ആദ്യം യെല്ലോ ഗോൾഡ് പരിചയപ്പെടാം. നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന നമ്മുടെ ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള സ്വർണ്ണമാണിത്. സ്വർണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ മഞ്ഞ ലോഹമല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ 24 കാരറ്റ് സ്വർണം 100% ശുദ്ധമാണെന്ന്. പക്ഷേ അത് ഭയങ്കര സോഫ്റ്റ് ആണ്, അതുകൊണ്ട് ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് ചെമ്പ്, വെള്ളി പോലുള്ള ലോഹങ്ങൾ ചേർത്ത് അതിനെ കുറച്ചുകൂടി ഉറപ്പുള്ളതാക്കും. 22 കാരറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഭാഗവും സ്വർണവും കുറച്ച് മാത്രം മറ്റു ലോഹങ്ങളുമാകും. 18 കാരറ്റിലാണെങ്കിൽ സ്വർണത്തിന്റെ അളവ് കുറച്ചുകൂടി കുറയും. ഇത് നല്ല ക്ലാസിക് ഭംഗിയാണ്. അലർജി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ പരിപാലിക്കാനും എളുപ്പമാണ്. മറ്റു സ്വർണ്ണങ്ങളെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയതുകൊണ്ട് ചെറിയ പോറലുകൾ വീഴാൻ സാധ്യതയുണ്ട്. അടുത്തത് നല്ല സ്റ്റൈലിഷ് ലുക്ക് തരുന്ന വൈറ്റ് ഗോൾഡ്. ഡയമണ്ടിനും മറ്റു കല്ലുകൾക്കുമൊപ്പം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണിത്. ശുദ്ധമായ സ്വർണത്തിൽ പലേഡിയം, വെള്ളി പോലുള്ള വെള്ള ലോഹങ്ങൾ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല തിളക്കവും ഉറപ്പും കിട്ടാൻ ഇതിനു മുകളിൽ റോഡിയം എന്നൊരു ലോഹം പൂശാറുണ്ട്. ഇതൊരു മോഡേൺ ലുക്ക് തരും. നല്ല ഉറപ്പുള്ളതുകൊണ്ട് ദിവസവും ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് വളരെ നല്ലതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ഈ റോഡിയം കോട്ടിംഗ് പതിയെ മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഒന്നുകൂടി പോളിഷ് ചെയ്യേണ്ടി വരും. പിന്നെ ചിലർക്ക് ഇതിൽ ചേർക്കുന്ന നിക്കൽ കാരണം അലർജി വരാനും സാധ്യതയുണ്ട്. ഇനി ഈ കൂട്ടത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ലുക്കുള്ള ആൾ റോസ് ഗോൾഡ്. ശുദ്ധമായ സ്വർണത്തിൽ ചെമ്പ് ചേർത്താണ് ഈ മനോഹരമായ പിങ്ക് നിറം ഉണ്ടാക്കുന്നത്. ചെമ്പിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പിങ്കിന്റെ ഷെയ്ഡും മാറും. വളരെ വ്യത്യസ്തവും ആകർഷകവുമായ ഒരു നിറമാണിത്. മഞ്ഞ സ്വർണത്തേക്കാൾ ഉറപ്പുണ്ട്. ഇത് എല്ലായിടത്തും അത്ര സുലഭമായിരിക്കില്ല. പിന്നെ ചിലർക്ക് ഈ പിങ്ക് നിറം അത്ര ഇഷ്ടപ്പെടണമെന്നുമില്ല. അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക? സിമ്പിൾ ആണ്. നിങ്ങളുടെ സ്റ്റൈൽ. ഒരു ട്രഡീഷണൽ ലുക്കാണ് ഇഷ്ടമെങ്കിൽ യെല്ലോ ഗോൾഡ് തിരഞ്ഞെടുക്കാം. മോഡേൺ ലുക്കിന് വൈറ്റ് ഗോൾഡ് ബെസ്റ്റ് ആണ്. വെറൈറ്റിയും റൊമാൻറ്റിക് ലുക്കും വേണമെങ്കിൽ റോസ് ഗോൾഡ് നോക്കാം. നിങ്ങളുടെ സ്കിൻ ടോൺ. യെല്ലോ ഗോൾഡ് പൊതുവെ എല്ലാ സ്കിൻ ടോണുകൾക്കും ചേരും. വൈറ്റ് ഗോൾഡ് കൂൾ അണ്ടർടോൺ ഉള്ളവർക്ക് കൂടുതൽ ഭംഗി നൽകും. റോസ് ഗോൾഡ് മിക്കവാറും എല്ലാ സ്കിൻ ടോണുകൾക്കും നന്നായി ഇണങ്ങുന്ന ഒന്നാണ്. ഉപയോഗം. ദിവസവും ഉപയോഗിക്കാനാണെങ്കിൽ വൈറ്റ് ഗോൾഡോ റോസ് ഗോൾഡോ ആണ് കൂടുതൽ നല്ലത്. കാരണം അവയ്ക്ക് ഉറപ്പ് കൂടുതലാണ്. അലർജി ഉള്ളവർക്ക് ഏറ്റവും സുരക്ഷിതം യെല്ലോ ഗോൾഡ് ആണ്. അപ്പോൾ യെല്ലോ, വൈറ്റ്, റോസ് ഗോൾഡ് ഈ മൂന്നിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓർക്കുക, ഏറ്റവും നല്ല സ്വർണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് ഏറ്റവും ചേരുന്നതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.